ഇന്ന് ദിവസം 183. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 17, മീക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായങ്ങൾ 5 മുതൽ 7 വരെ, സങ്കീർത്തനങ്ങൾ 140. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 17. ഹോസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ ആഹാസിന്റെ 12-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 9 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും തന്റെ മുൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല. അസീറിയ രാജാവായ ഷൽമനേസർ അവനെതിരെ വന്നു. ഹോസിയ അവന്റെ സാമന്തനായി കപ്പം കൊടുത്തു. പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തുവന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു. അവന്റെ കുടിലത മനസ്സിലാക്കിയ അസീറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. സമരിയായുടെ പതനം. അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയായിൽ വന്ന് 3 കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഹോസിയയുടെ 9-ാം ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി. ഇസ്രായേലിലെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെദിയ നഗരങ്ങളിലും പാർപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചതിന് കാരണം ഇതാണ്: തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. അവർ അന്യദേവന്മാരെ ഭക്തിയാദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു. കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു. അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ധൂപാർച്ചന നടത്തി. അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു. കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു: നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങളനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവേൻ. അവർ അത് വകവച്ചില്ല. ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശ്ശാഠ്യക്കാരായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അക്ഷേര പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവനെ സേവിക്കുകയും ചെയ്തു. അവർ പുത്രീപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുകെ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതിനാൽ കർത്താവ് ഇസ്രായേലിന്റെ നേരെ ക്രുദ്ധനായി അവരെ തൻ്റെ കൺമുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാ ഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. യൂദായും ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിൻ്റെ ആചാരങ്ങളിൽ മുഴുകി. കർത്താവ് ഇസ്രായേലിൻ്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തൻ്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവ് ഇസ്രായേലിനെ ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി. അവൻ ഇസ്രായേലിനെ കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു. ജെറോബോവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു. കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തൻ്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു. സമരിയക്കാരുടെ ഉത്ഭവം. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫായർ വയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമരിയ സ്വന്തമാക്കി അതിന് നഗരങ്ങളിൽ വസിച്ചു.
അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറെ പേരെ കൊന്നു. സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിൻ്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിൻ്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ. സമരിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതന്മാരിൽ ഒരുവൻ ബഥേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിക്കേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും കുത്തുദേശക്കാർ നെർഗാലിനെയും ഹമാത്യർ അഷിമയെയും അവ്വാക്കർ നിബ്ബാസ് താർത്താഖ് എന്നിവയെയും ഉണ്ടാക്കി. സെഫാർവയിൻകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമലേക്കിനും അനാമലേക്കിനും സ്വന്തം മക്കളെ ആഹൂതി ചെയ്തു. അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു. തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ട പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു. അവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു. എങ്കിലും തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരങ്ങളനുസരിച്ച് സ്വന്തം ദേവന്മാരെയും സേവിച്ചു. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിൻ്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. കർത്താവ് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിന്ന് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം. അവിടുത്തെ നമിക്കുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം. അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. അന്യദേവന്മാരെ ആദരിക്കരുത്. ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആദരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം. അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അവർ വകവച്ചില്ല. അവർ പഴയപടി ജീവിച്ചു. അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളെ കൊത്തുവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 5. വരാനിരിക്കുന്ന രാജാവ്. നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു. നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപന്റെ ചികിട്ടത്തടിക്കുന്നു. ബത്ലേഹം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. അസീറിയയെ വാൾ കൊണ്ട് നിമ്രോദ് ദേശത്തെ ഊരിയ ഖഡ്ഗം കൊണ്ടും അവർ ഭരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും. അന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി പോലെയുമായിരിക്കും. അത് മനുഷ്യർക്ക് വേണ്ടി തങ്ങി നിൽക്കുകയോ മനുഷ്യമക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല. യാക്കോബിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയുമായിരിക്കും. അത് ചവിട്ടിമെതിച്ചും ചീന്തിക്കീറിയും നടക്കും. രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. കർത്താവരോട് ചെയ്യുന്നു: അന്ന് നിന്റെ കുതിരകളെ ഞാൻ സംഹരിക്കും. നിന്റെ രഥങ്ങൾ നശിപ്പിക്കും. നിന്റെ ദേശത്തെ നഗരങ്ങൾ ഞാൻ നശിപ്പിക്കും. നിന്റെ ശക്തിദുർഗങ്ങൾ ഞാൻ തകർക്കും. ആഭിചാരവൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും. നിനക്ക് ഇനിമേൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ടാവുകയില്ല. നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും.
നിന്റെ തന്നെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേൽ നീ പ്രണമിക്കുകയില്ല. നിന്റെ അക്ഷേര പ്രതിഷ്ഠകളെ ഞാൻ നിർമൂലനം ചെയ്യും. നിന്റെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും. എന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ ക്രോധത്തോടെ പ്രതികാരം ചെയ്യും. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 6. ഇസ്രായേലിനെതിരെ ആരോപണം. കർത്താവ് പറയുന്ന വാക്ക് കേൾക്കുക. എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപിൽ നിന്റെ ആവലാതികൾ ബോധിപ്പിക്കുക. കുന്നുകൾ നിന്റെ ശബ്ദം കേൾക്കട്ടെ. പർവ്വതങ്ങളെ, ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ, കർത്താവിൻ്റെ ആരോപണങ്ങൾ കേൾക്കുവിൻ. അവിടുന്ന് തൻ്റെ ജനത്തിനെതിരെ കുറ്റമാരോപിക്കുന്നു, ഇസ്രായേലിനെതിരെ വാദിക്കുന്നു. എൻ്റെ ജനമേ, നിങ്ങളോട് ഞാൻ എന്തു ചെയ്തു? എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി? ഉത്തരം പറയുവേൻ. ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിരിയാമിനെയും അയച്ചു. എൻ്റെ ജനമേ, മോവാബ് രാജാവായ ബാലാക്ക് നിങ്ങൾക്കെതിരെ ആലോചിച്ച ഉപായങ്ങളും അവന് ബയോറിൻ്റെ മകൻ ബാലാം നൽകിയ മറുപടിയും ഓർക്കുക. ഷിത്തിം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് സ്മരിക്കുക. അങ്ങനെ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾ ഗ്രഹിക്കുക. കർത്താവിൻ്റെ മുൻപിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ആയിരക്കണക്കിന് മുട്ടാടുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവിൻ്റെ ശബ്ദം നഗരത്തിൽ മുഴങ്ങുന്നു. അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം. ഗോത്രങ്ങളെ, നഗരസഭയെ കേൾക്കുവിൻ. ദുഷ്ടരുടെ ഭവനത്തിലെ തിന്മയുടെ നിക്ഷേപങ്ങളും ശബ്ദമായ കള്ളാളവുകളും എനിക്ക് മറക്കാനാവുമോ? കള്ളത്തുലാസും കള്ളക്കട്ടികളും കൈവശം വയ്ക്കുന്നവനെ ഞാൻ വെറുതെ വിടുമോ? നിന്റെ ധനികരത്രയും അക്രമാസക്തരാണ്. നിന്റെ നിവാസികൾ വ്യാജം പറയുന്നു. അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ നിന്നെ ഞാൻ അതികഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. നീ ഭക്ഷിക്കും, എന്നാൽ തൃപ്തി വരികയില്ല. ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല. നീ നീക്കിവയ്ക്കും, എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല. സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനിരയാക്കും. നീ വിതയ്ക്കും, എന്നാൽ കൊയ്യുകയില്ല. നീ ഒലിവ് ആട്ടും, എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല. നീ മുന്തിരി പിഴിയും, എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല. കാരണം നീ ഓമ്രിയുടെ അനുശാസനങ്ങൾ പാലിച്ചു, ആഹാബ് ഭവനത്തിൻ്റെ ചെയ്തികൾ നീ ആവർത്തിച്ചു, അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് വ്യാപരിച്ചു. അതിനാൽ ഞാൻ നിന്നെ ശൂന്യമാക്കും, നിന്റെ നിവാസികളെ പരിഹാസ വിഷയമാക്കും. അങ്ങനെ നീ ജനതകളുടെ മേൽ നിന്ദനമേൽക്കൂ. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 7. ജനത്തിൻ്റെ ധാർമ്മികാധംപതനം. എനിക്ക് കഷ്ടം! ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിക്കുകയും ചെയ്തതിനു ശേഷം കാലാപെറുക്കുന്നവനെ പോലെ ആയിരിക്കുന്നു ഞാൻ. തിന്നാൻ ഒരു മുന്തിരിക്കുലയോ അത്തിയുടെ അഭികാമ്യമായ കടിഞ്ഞൂൽ ഇല്ല. ദൈവഭക്തരായവർ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ വലവിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈനീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. അവരിൽ ഏറ്റവും ഉത്തമൻ ഒരു മുൾച്ചെടി പോലെയും ഏറ്റവും സത്യസന്ധൻ ഒരു മുള്ളുവേലി പോലെയുമാണ്. അവരുടെ കാവൽക്കാർ അറിയിച്ച ദിനം, ശിക്ഷയുടെ ദിനം വന്നു കഴിഞ്ഞു. അവർക്ക് സംഭ്രാന്തിയുടെ സമയമായി. അയൽക്കാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ വിശ്വാസം അർപ്പിക്കരുത്. നിന്റെ മടിയിൽ ശയിക്കുന്നവളുടെ മുൻപിൽ അദ്രകവാടം തുറക്കരുത്. പുത്രൻ പിതാവിനോട് നിന്നയോടെ വർത്തിക്കുന്നു. മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിത്തീരുന്നു. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. രക്ഷയുടെ വാഗ്ദാനം.
എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. എൻ്റെ ശത്രുക്കൾ അത് കാണും. നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവളെ ലജ്ജ മൂടിക്കളയും. തെരുവിലെ ചേറുപോലെ അവൾ ചവിട്ടിത്തേക്കപ്പെടും. ഞാൻ അവളുടെ പതനം കണ്ട് ആഹ്ലാദിക്കും. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. അസീറിയ മുതൽ ഈജിപ്ത് വരെയും, ഈജിപ്ത് മുതൽ നദി വരെയും, കടൽ മുതൽ കടൽ വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയും ഉള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തികളുടെ ഫലമായി ശൂന്യമായി തീരും. കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശമായ ജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലെയാദിലും മേയട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ജനതകൾ അത് കണ്ട് തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ലജ്ജിക്കും. അവർ വായ്പൊത്തും. അവരുടെ കാതുകൾ ബധിരമാകും. സർപ്പങ്ങളെപ്പോലെ, ഭൂമിയിൽ ഇഴയുന്ന ജീവികളെപ്പോലെ അവർ പൊടിനക്കും. ശക്തി ദുർഗങ്ങളിൽ നിന്ന് അവർ വിറവുകൊണ്ട് ഇറങ്ങിവരും. കൊടും ഭീതിയാൽ അവർ നമ്മുടെ കർത്താവായ ദൈവത്തിങ്കലേക്ക് തിരിയും. അവർ അങ്ങ് നിമിത്തം ഭയചകിതരാകും. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. സങ്കീർത്തനങ്ങൾ 140. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കി വിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. അവർ എനിക്ക് വലവിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കൂടൊരുക്കിയിരിക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി എണീച്ചു. കർത്താവേ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ. അവൻ്റെ ദുരുപയോഗങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു. അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷ്ണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായി നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ വസതിയിൽ വസിക്കും.